ഹിന്ദി ഔദ്യോഗിക ഭാഷയായാൽ ഹിന്ദി സംസാരിക്കുന്നവർ നമ്മളെ ഭരിക്കും. മൂതാങ്കിട മനുഷ്യരെ പോലെ ആയിരിക്കും അവർ നമ്മളോട് പെരുമാറുക. CN അണ്ണാദുരൈ മാതൃഭാഷയെ നെഞ്ചിൽ കുടിയിരുത്തിയവർ. ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെക്കാളും തമിഴ്നാട്ടുകാർക്ക് ചേർന്നതാണ് ഈ വിശേഷണം. സ്വന്തം നാട്ടിൽ ഇതര ഭാഷയുള്ള ബോർഡുകൾ പോലും വെക്കാൻ മടിക്കുന്ന തമിഴ്നാട്ടിലാണ് പുതിയ ഭാഷാ നയവുമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും ഒരു കടന്നുവരവ് നടത്തിയത്. അതോടെ ഹിന്ദി തമിഴ് വിവാദം ആളിപ്പടർന്നു. ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ഓരോ ശ്രമങ്ങളും വാളും പരിചയമായിട്ടാണ് തമിഴ്നാട് എതിർത്തിരുന്നത്. ഇതാ അമിത്ഷായ്ക്ക് നേർക്ക് നേരെ നിന്ന് ചുട്ട മറുപടിയുമായിട്ട് തമിഴ്നാടിന്റെ പെൺപുലി ഇറങ്ങിയതോടെ കാര്യങ്ങൾ കൂടുതൽ കടുപ്പത്തിലായി. അടിച്ചേൽപ്പിക്കാൻ നോക്കണ്ട, ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു വെക്കുകയാണ്. ഹിന്ദി ഭാഷാ വിവാദം വീണ്ടും കൊഴുക്കുകയാണ്. ഹിന്ദി ആരുടെയും ശത്രുവല്ല എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരാമർശത്തിന് മറുപടിയുമായിട്ട് DMK MP കനിമൊഴി രംഗത്തേക്ക് ഇറങ്ങി. ഹിന്ദി ആരുടെയും ശത്രുവല്ല എങ്കിൽ ഉത്തരേന്ത്യക്കാർ തമിഴും പഠിക്കട്ടെ എന്ന കനിമൊഴി ചുട്ട മറുപടി തന്നെ കൊടുത്തു. ഹിന്ദി ഒരു ഇന്ത്യൻ ഭാഷയുടെയും എതിരാളിയല്ല എന്നും മറിച്ച് എല്ലാവരുടെയും സുഹൃത്താണെന്നുമായിരുന്നു അമിത്ഷാ പറഞ്ഞത്. രാജ്യത്ത് ഒരു ഭാഷയ്ക്കെതിരെയും എതിർപ്പുണ്ടാകരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കനിമൊഴിയുടെ പ്രതികരണം വന്നത്. ഹിന്ദി ഒരു ഭാഷയുടെയും ശത്രുവല്ലെങ്കിലും തമിഴും ഒരാളുടെയും ശത്രുവല്ല. അവർ തമിഴും പഠിക്കട്ടെ, വടക്കേ ഇന്ത്യയിലെ ജനങ്ങൾ കുറഞ്ഞത് ഒരു ദക്ഷിണേന്ത്യൻ ഭാഷയെങ്കിലും പഠിക്കട്ടെ എന്നതാണ് കനിമൊഴി പറഞ്ഞു വെച്ചത്. തങ്ങൾ ആരുടെയും ശത്രുക്കളല്ല എന്നും എല്ലാവരുടെയും സുഹൃത്തുക്കളാണെന്നും കനിമൊഴി കൂട്ടിച്ചേർത്തു. തങ്ങളുടെ ഭാഷയും പഠിക്കൂ എന്നും കനിമൊഴി പറഞ്ഞു വെച്ചു. അതേസമയം അമിത്ഷായുടെ പേര് പരാമർശിക്കാതെ ആയിരുന്നു കനിമൊഴിയുടെ പ്രതികരണം വന്നത്. ഔദ്യോഗിക ഭാഷാ വകുപ്പ് സുവർണ ജൂബിലി ആഘോഷത്തിൽ സംസാരിക്കവെയായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഹിന്ദി ഇന്ത്യൻ ഭാഷകളുടെ സുഹൃത്താണെന്നും മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം പ്രാദേശിക ഭാഷയിൽ നൽകണമെന്നും പറഞ്ഞത്. ഭരണകാര്യങ്ങൾ നിർവഹിക്കാൻ ഇന്ത്യൻ ഭാഷ ഉപയോഗിക്കുന്നതിന് കേന്ദ്രം സംസ്ഥാന സർക്കാരുകളെ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സെക്കൻഡറി ക്ലാസ്സിൽ ഹിന്ദി പഠനം നിർബന്ധമാക്കിയ 1937 മദ്രാസ് സർക്കാരിന്റെ തീരുമാനത്തിൽ തുടങ്ങി മോദി സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ എത്തി നിൽക്കുകയാണ് ഈ ഭിന്നത. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയം തമിഴ് ഉൾപ്പെടെയുള്ള ഭാഷകൾക്ക് മേൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്നാണ് DMK നയിക്കുന്ന തമിഴ്നാട് സർക്കാരിന്റെ പ്രധാന ആരോപണം. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയില്ല എങ്കിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിക്കില്ല എന്നിവരെ കേന്ദ്ര നിലപാട് ഒരു അജണ്ട ഏൽപ്പിക്കാനുള്ള നീക്കമാണെന്നും തമിഴ്നാട് സർക്കാർ ആരോപിച്ചിരുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം സംബന്ധിച്ച ഭിന്നത കേന്ദ്ര സർക്കാരും തമിഴ്നാട് സർക്കാരും തമ്മിലുള്ള തുറന്ന പോരിലേക്ക് വരെ എത്തിക്കഴിഞ്ഞു. സംസ്ഥാന മുഖ്യമന്ത്രി MK സ്റ്റാലിൻ രൂക്ഷമായ ഭാഷയിൽ തന്നെ നയത്തിനെതിരെ രംഗത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. പൊതുപരിപാടികളിൽ ഉൾപ്പെടെ അദ്ദേഹം ഭാഷാ സംരക്ഷണ നിലപാട് ആവർത്തിച്ചുന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ത്രിഭാഷാ ഫോർമുല അംഗീകരിക്കുവാൻ തമിഴ്നാട് തയ്യാറാവണം എന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ നിലപാടാണ് ചൂടുള്ള ചർച്ചകൾക്ക് വഴി തുറന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിച്ചില്ല എങ്കിൽ തമിഴ്നാടിന് ആവശ്യമായ ഫണ്ടുകൾ അനുവദിക്കില്ല എന്നിവരെ കേന്ദ്രം ഭീഷണിപ്പെടുത്തുന്ന ലെവലിൽ വരെ കാര്യങ്ങൾ എത്തി. എന്തായാലും അമിത്ഷായ്ക്കുൾപ്പെടെ അടിക്ക് തിരിച്ചടി കൊടുക്കുവാനുള്ള തീരുമാനത്തിലാണ് തമിഴ്നാട് ഉള്ളത്.